ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സ് എല്ലാം തന്നെ ചലിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്ക ഇടപെടൽ നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇടപെടലാണ് അമേരിക്ക നടത്തുന്നത് എന്ന് വ്യക്തമല്ല ഇതുവരെ. അത് പ്രധാനമായിട്ട് ഞാൻ പറയാനുള്ള കാരണം, ട്രംപ് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ട്വീറ്റ് മീൻസ് ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതിയിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ കൃത്യമായിട്ട് ഇന്ത്യയുടെ വാർഷിപ്പുകളെ വെച്ച് ഇന്ത്യൻ കപ്പലുകൾക്ക് എസ്കോർട്ട് കൊടുത്ത് ആദ്യത്തെ ഷിപ്പ് പുറത്ത് വന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ നിന്നും പുറത്തേക്ക് സക്സസ്ഫുള്ളി പാസ് ഓവർ ചെയ്ത് വന്ന ആ ഒരു മൊമെൻറ്റിൽ ട്രംപ് ട്വീറ്റ് ഇടുകയാണ്. ട്രംപിന് മനസ്സിലായി ഇന്ത്യയുടെ കാര്യം വിജയകരമായി നടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ട്രംപ് ഇമീഡിയറ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ചൈന, UK, ജപ്പാൻ, ഇതേപോലെ പല രാജ്യങ്ങളും സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ആരുടെയൊക്കെ കപ്പലുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടോ അവരൊക്കെ അവരവരുടെ വാർഷിപ്പുകളെ അയച്ച് ആ കപ്പലുകൾക്ക് എസ്കോർട്ട് കൊടുത്ത് അതിനെ കൊണ്ടുപോകാനാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതേ ട്രംപാണ് 4 ദിവസങ്ങൾക്ക് മുമ്പ് വിത്തിൻ 4 ഡേയ്സിൽ ഞങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ കൺട്രോളിൽ എടുക്കും എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മൾ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ ഈ മാപ്പ് നിങ്ങൾ നോക്കിക്കോളൂ. ഇത്രയും ഏരിയ ഉണ്ട്. ഈ ഇത്രയും ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്ത് ഇറാഖിൻ്റെ ആ ബോർഡർ തൊട്ട് ഇപ്പുറത്ത് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്. അപ്പം ഇത്രത്തോളം ലെങ്ത് ഉള്ള ഒരു ഏരിയയാണ്. ഈ കടൽ തീരത്ത് അമേരിക്ക ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ പെട്ടെന്ന് കൈക്കലാക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെ എന്തൊക്കെ പോയിന്റുകൾ ഉണ്ട് എന്നുള്ളത്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഞാൻ അന്നേ പറഞ്ഞിരുന്നു, അത് ഡൗട്ട്ഫുൾ ആണ്. അമേരിക്ക ഇത്തരം തീരുമാനങ്ങൾ പറയുന്നത് എന്നുള്ളത് വ്യക്തമല്ലായിരുന്നു. ഇത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് പറഞ്ഞാൽ, ഇപ്പം ഇത്രയും ഏരിയ ഉണ്ട്. ഇതിൽ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ ചെറിയ ചെറിയ രാജ്യങ്ങളാണ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ. ഇപ്പുറത്ത് കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, ഒമാൻ, ഇത്രയും രാജ്യങ്ങൾ ഈ സൈഡിലുണ്ട്. പക്ഷേ നിങ്ങൾ നേരെ ഓപ്പോസിറ്റിൽ നോക്കൂ. ഇറാൻ എന്ന് പറഞ്ഞ ഒറ്റ രാജ്യത്തിൻ്റെ ബോർഡറാണ് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ അമേരിക്ക കൈയടക്കാൻ പോകുന്നുവെങ്കിൽ എത്ര ഏരിയ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം തന്നെ തുരിതര അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന റോക്കറ്റുകളും ചെറിയ തോതിൽ അവിടെ നിന്ന് വരുന്ന മിസൈലുകളും തന്നെ അമേരിക്കയ്ക്ക് വിജയകരമായിട്ട് മിഡിൽ ഈസ്റ്റ് ബേസുകളിൽ നിന്നും അതിനെ ചേർത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലതും ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടാതെ പലതും താഴെ പതിക്കുന്നുമുണ്ട്. അപ്പം ഇതാണ് നിലവിലെ സിറ്റുവേഷൻ. ഡ്രോൺ ഇതുവരെ എഫക്റ്റീവ്ലി ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡമ്മി കമിക്കാസ് ഡ്രോൺ നിർമ്മിച്ചിട്ടുണ്ട് അമേരിക്ക, ലൂക്കാസ് എന്ന് പറഞ്ഞിട്ട്, ലോ കോസ്റ്റിൽ. പക്ഷെ അത് മാസ് പ്രൊഡക്ഷൻ ചെയ്ത് പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതിപ്പോൾ നിലവിൽ ഉക്രൈനിലെ സെലൻസ്കിയാണ് അതിൻ്റെ ബ്ലൂ പ്രിന്റ് കൈമാറിയത്. അതിനെ തുടർന്ന് അതിൻ്റെ മാസ് പ്രൊഡക്ഷൻ നടത്തി പല രാജ്യങ്ങൾക്ക്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കൊക്കെ സപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകളിൽ ഈ സാധനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു കാലയളവിൽ നടക്കുന്ന പരിപാടിയല്ല. ഇതിൻ്റെ പ്രൊഡക്ഷന് ടൈം എടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് മിനിമം ഒരു 25 to 30 ഡേയ്സ് എങ്കിലും എന്തായാലും എടുക്കും. അപ്പോൾ ഈ 25 to 30 ഡേയ്സ് എന്ന് പറയുന്നത് വലിയ ഡ്യൂറേഷനാണ്. കാരണം ഓൾറെഡി ലൈവിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം. അപ്പോൾ ആ സാഹചര്യത്തിൽ ബാക്കപ്പ് ഇല്ലാതെ ഇറാന്റെ ഷാഹിദ് ഡ്രോണിനെ എങ്ങനെയാണ് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പോകുന്നത്? റെഗുലർ ആയിട്ടുള്ള കൺവെൻഷണൽ മെത്തേഡിൽ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തി കഴിഞ്ഞാൽ ഹെലികോപ്റ്റേഴ്സ് വേണം, അതിനെ അടിച്ചു വീഴ്ത്താനുള്ള ഗൺ വേണം, ഇങ്ങനെ പലതരം ഉപകരണങ്ങൾ വേണം. കൺവെൻഷണൽ മെത്തേഡിൽ ഡ്രോൺ അറ്റാക്ക് ചെയ്ത് വീഴ്ത്താൻ അത് റിസ്ക്കുമാണ്. ഇതാണ് ഇപ്പം നിലവിൽ ഇറാന്റെ മുന്നിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അമേരിക്കയും കൂടി ചേർന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി. അപ്പോൾ ഈ വെല്ലുവിളിയെ മറികടക്കാൻ എന്ത് ചെയ്യുമെന്നുള്ള ഒരു എത്തും പിടി ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാലും അമേരിക്ക അവിടെ ഈ മൈൻ സ്വീപ്പേഴ്സിനെ ഇറക്കിയിട്ടുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലുള്ള മൈൻ ത്രെട്ടുകളെയൊക്കെ ഇറക്കി കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വർക്കുകൾ നടക്കുന്നുണ്ട് അതിനകത്ത്. പക്ഷേ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയുടെ 3 കപ്പലുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കടന്നിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ വാർഷിപ്പുകൾ അകമ്പടി പോയിട്ടുണ്ട്. അതിൻ്റെ എസ്കോർട്ടിൽ തന്നെയാണ് കൃത്യമായിട്ട് ഈ വാർഷിപ്പുകൾ ഇപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കടന്നിരിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം എത്ര ഷിപ്മെന്റ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ 6 LNG ടാങ്കറുകൾ, 4 ക്രൂഡ് ഓയിൽ കാരിയർ, 1 കെമിക്കൽ അഥവാ ഫെർട്ടിലൈസർ കാരിയർ, 3 കണ്ടെയ്നർ ഷിപ്പുകൾ, കാർഗോ ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്ന 2 ഷിപ്പുകൾ, 1 ഡ്രഡ്ജർ, 1 MT വെസൽ, 3 ഡ്രൈ ഡോക്സ്. ഇത്രയും സാധനങ്ങളാണ് ഇന്ത്യയുടേത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ കുടുങ്ങി കിടക്കുന്നത്. ഇന്ത്യ ഇത്രയും കഷ്ടപ്പെട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ നിന്നും ഇത്തരം ഷിപ്പുകളെ വൃത്തിയായി പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പുറത്ത് ഉക്രൈൻ റഷ്യയിൽ നിന്നും റഷ്യൻ ഓയിൽ ക്യാരി ചെയ്ത് ഇന്ത്യയിലേക്ക് ഒരു ഷിപ്പ് യാത്ര പുറപ്പെട്ട് ബ്ലാക്ക് സീയുടെ റൂട്ടിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉക്രൈനിലെ സെലൻസ്കി അതിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് മനസ്സിലാക്കണം, ട്രംപ് ഓൾറെഡി തന്നെ റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള സാങ്ഷൻസ് നീക്കിക്കഴിഞ്ഞു, വേവർ കൊടുത്തു കഴിഞ്ഞു. സെലൻസ്കിക്കും അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ റഷ്യൻ എണ്ണയ്ക്ക് വേവർ കൊടുത്തതിൽ താല്പര്യമില്ല.
സോ ഒക്കെ ഒബ്വിയസ്ലി അവർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല, ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഗ്ലോബലി അവർക്കും എനർജി ആവശ്യമുണ്ട്. ഇന്ത്യ 147 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം, പല സ്ഥലങ്ങളിൽ നിന്നും ഓയിൽ വാങ്ങിക്കാൻ ശ്രമിക്കും. ഇപ്പം റഷ്യൻ എണ്ണയ്ക്ക് അമേരിക്ക തന്നെ സാങ്ഷൻ വേവർ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ റഷ്യൻ എണ്ണ പർച്ചേസ് ചെയ്യും. ആ സാഹചര്യത്തിലാണ് ഉക്രൈനിലെ സെലൻസ്കി സാങ്ഷൻ നിലനിന്നിരുന്ന സമയത്ത് പോലും ചെയ്യാത്തൊരു പ്രവൃത്തി ഇന്ത്യക്കെതിരെ എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യക്ഷത്തിൽ റഷ്യക്കെതിരെയാണ് ചെയ്യുന്നതെങ്കിലും അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. കാരണം ഇന്ത്യക്ക് വരാനിരുന്ന ഷിപ്മെന്റ് ആണത്. ഒരു അമേരിക്കൻ ടാങ്കർ ഷിപ്പ് UAE ഭാഗത്ത്, പ്രത്യേകിച്ച് ഷാർജയിൽ വെച്ചിട്ട് ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. കാർഗ് ഐലൻഡിനെ അമേരിക്ക കൃത്യമായിട്ട് കൈക്കലാക്കി കഴിഞ്ഞാൽ ഇറാൻ ഒരു പരിധി വരെ ഒതുങ്ങാൻ സാധ്യതയുണ്ട് കാർഗ് ഐലൻഡിനെ. പക്ഷെ അമേരിക്ക ആണെങ്കിൽ ഒരു ചെറിയ മിലിറ്ററി യൂണിറ്റ് മാത്രം അറ്റാക്ക് ചെയ്തിട്ട് മാറി നിൽക്കുന്ന സാഹചര്യമാണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ കാർഗ് ഐലൻഡിനെ അമേരിക്ക കൈവശപ്പെടുത്തുമോ അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ അറ്റാക്ക് നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിനെ അമേരിക്ക കൈയടക്കാൻ പോയി കഴിഞ്ഞാൽ നിരന്തരം ആക്രമണങ്ങൾ നേരിടേണ്ടി വരും ഇറാന്റെ പക്കൽ നിന്നും. കാരണം ഇറാന്റെ വലിയൊരു ഏരിയയാണ് ആ സൈഡിൽ കിടക്കുന്നത്. ഇപ്പുറത്തെ ചാബഹാർ പോർട്ട് തൊട്ട് അങ്ങ് അറ്റം വരെ ഇറാഖിന്റെ ബോർഡർ വരെ കിടക്കുകയാണ്, നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയൊരു ഏരിയയാണ്. നിരന്തരം ആക്രമണങ്ങൾ തന്നെയായിരിക്കും, ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിൽ ഇറാൻ ആക്രമിക്കും. ഇത് ഒരു വലിയ ചാലഞ്ചാണ്. അപ്പം ഇതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇറാന്റെ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന്റെ ബോർഡർ ഏരിയയിൽ കിടക്കുന്ന അത്രയും സ്ഥലങ്ങൾ കിലോമീറ്റർ കണക്കിൽ അമേരിക്ക കൈവശപ്പെടുത്തേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന്റെ ഫുൾ കൺട്രോൾ അമേരിക്കയെ കൊണ്ടുവരാൻ പറ്റൂ. പ്രാക്ടിക്കലി ഇത് എത്രമാത്രം പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പം നിലനിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് അവരുടെ ഇൻസെക്യൂരിറ്റി അതാണ് ഇപ്പം എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. ഇത് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് തന്നെ $1 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്ന പല ഓണേഴ്സും പല ഇൻവെസ്റ്റേഴ്സും ഇപ്പം ചിന്തിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ചയുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഫർദർ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക? ഈ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഇനി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അവരുടെ ഉള്ളിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഒളിച്ചു വെച്ചാലും മറച്ചു വെച്ചാലും അത് പലതരത്തിലും പുറത്തറിയുന്നുണ്ട്. കാരണം ഇത് യുദ്ധമാണ്. ഇവിടെ കാര്യങ്ങളൊക്കെ പൊതിഞ്ഞു മൂടി വെച്ചിട്ട് ഒന്നും നടന്നില്ല എന്ന മട്ടിൽ പ്രസ്താവന ഇറക്കാം. പക്ഷേ ഇത് ഒരു ഇൻസിഡന്റ് അല്ലല്ലോ. ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആക്രമണങ്ങൾ ഉണ്ടാവും, മിസൈലുകൾ വരും, ഡ്രോൺ അറ്റാക്ക് നടത്തും. അപ്പോൾ ഇതെല്ലാം തന്നെ പല വാർത്താ മാധ്യമങ്ങളും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇത് പുറത്ത് പറഞ്ഞില്ലെങ്കിലും ആക്രമണം നടത്തിയ ആൾക്കാർ ഇത് പുറത്ത് പറയുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് ഇന്ന സ്ഥലത്തേക്ക് മിസൈൽ അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന പോർട്ടിൽ ഇന്ന കപ്പൽ കത്തിച്ചിട്ടുണ്ടെന്നുള്ളത് അവർ പുറത്ത് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഇത് ലോകം അറിയും. ഇവരുടെ സെക്യൂരിറ്റി എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ ഇത്രയും നാളും പൈസയും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ടെങ്കിലും രാജ്യത്തിന്റെ ഡിഫൻസ് മേഖലയിൽ ഇവർ കാര്യമായ പുരോഗതി ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇത്തരത്തിൽ അഗ്രസീവായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്ത് പലതരത്തിലുള്ള പ്രസ്താവനകളാണ് അവർ എവറി ഡേ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ 33% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഫ്യൂ ഡേയ്സിൽ നടന്ന സംഭവമാണിത്. അപ്പം ഇത്തരത്തിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഇനി ഈ തുടങ്ങിയ യുദ്ധം ഇറാനെ അടിച്ചൊതുക്കാതെ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇറാനെ അടിച്ചൊതുക്കാതെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സെക്യൂരിറ്റി എന്നേക്കുമായിട്ടൊരു ചോദ്യചിഹ്നമാവുകയും എല്ലാ കാലത്തും ഇറാന്റെ അടിമകളായിട്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ മാറേണ്ട സാഹചര്യം വരും. കാരണം അമേരിക്കക്കെതിരെ യുദ്ധം നടത്തി സക്സസ്ഫുൾ ആയിട്ട് വിജയം കൈവരിച്ച രാജ്യമായിട്ട് ഇറാൻ അറിയപ്പെടും എന്നേക്കും. ഒരു യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴെപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് നടത്താൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അവരുടെ കൂട്ടാളികളായിട്ടുള്ള അമേരിക്ക, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ആ ടീംസ് സക്സസ്ഫുൾ ആയിരിക്കണം എന്നുള്ള നിർബന്ധം മിഡിൽ ഈസ്റ്റിനുണ്ട്. ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന് സർവൈവൽ ഇല്ല, ഇൻവെസ്റ്റ്മെന്റുകൾ വരില്ല, ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യും. അതായത് ഇറാന്റെ ത്രെട്ട് എപ്പോഴും മുന്നിലുണ്ട് എന്നുള്ള ഒരു ഇറാന്റെ ഭീഷണി ഈ രാജ്യങ്ങൾക്ക് നേരെ ഏത് സമയത്തും വരാം. അതായത് ഈ യുദ്ധം ഒരു ടെമ്പററി ട്രൂസിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിയുമ്പം വീണ്ടും ഇത് തുടങ്ങും. അതിൽ യാതൊരു മാറ്റമില്ല. ഇറാൻ ആണെങ്കിൽ വീണ്ടും മിസൈലുകൾ അയക്കാനും ഡ്രോണുകൾ അയക്കാനും ഒരു തരത്തിലുള്ള മടിയും കാണിക്കത്തില്ല. അവർ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ അത് പ്രയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റിലാണ് ഈ യുദ്ധം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലെബനന്റെ ഉള്ളിൽ ഇസ്രായേൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. 823 പേര് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ലെബനന്റെ ഉള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ ഉള്ളിലാണെങ്കിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 1444 ഉയർന്നിട്ടുണ്ട്. ഇത് ഇറാന്റെ സിവിലിയൻസിന്റെ കണക്കാണെന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ സൈഡിൽ പറയുന്നത് 6000 പേര്, IRGC ടീമിൽപ്പെട്ട ആൾക്കാർ ഉൾപ്പെടെ 6000 പേര് ഇറാന്റെ ഉള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ സൈഡിലുള്ള കൺഫർമേഷൻ. ഇസ്രായേലിലേക്ക് ഇറാനിൽ നിന്നും 49ാമത്തെ വേവ് ഓഫ് അറ്റാക്ക് ഇറാൻ നടത്തിയിട്ടുണ്ട്.
ഇതിൽ ഇത്തവണ അവർ ഉപയോഗിച്ചത് ക്ലസ്റ്റർ വാർഹെഡുകളാണ്. ഈ ക്ലസ്റ്റർ വാർഹെഡുകൾ 7 മുതൽ 8 സ്ഥലങ്ങളിൽ വന്ന് വീണിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പല സ്ഥലങ്ങളിലും ഈ വാർഹെഡുകൾ ഡയറക്റ്റായിട്ട് വീണിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഡെബ്രി വന്ന് പതിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ 7-8 സ്ഥലങ്ങളിൽ ഇത് പതിച്ചിട്ടുണ്ട്. എലിയാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഇഞ്ചുറി ഉണ്ട് ആൾക്കാർക്ക്. അപ്പൊ ഇത്തരത്തിലാണ് ഇസ്രായേലിന്റെ ഉള്ളിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലും അമേരിക്കയും ഇറാന്റെ ഉള്ളിൽ തുടരെ പല മേഖലകളും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ടബ്രീസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുകയാണ്. തെഹ്റാന്റെ ഉള്ളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതേപോലെ കാർഗ് ഐലൻഡ് ഇത്തരത്തിൽ പല മേഖലകളും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുകയാണ്. ഇതിനിടയ്ക്ക് ലിൻസി ഗ്രഹാം അമേരിക്കയുടെ റിപ്പബ്ലിക്കൻ സെനറ്ററാണ്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഒന്നെങ്കിൽ ഈ കാർഗ് ഐലൻഡിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ച് കളയുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ ക്യാപ്ചർ ചെയ്യുക. എന്തിനാണ് ഇനി ഒരു വാർണിംഗ്, താക്കീത്, മുന്നറിയിപ്പ് ഇതൊക്കെ കൊടുക്കുന്നത്? യുദ്ധം തുടങ്ങിയിട്ടാണോ ഇതൊക്കെ കൊടുക്കേണ്ടത്? ഓൾറെഡി വി ആർ ഇൻ ദ വാർ. അപ്പോൾ ആ സ്ഥിതിക്ക് ഒന്നെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ച് കളയുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ കൈവശപ്പെടുത്തുക. രണ്ടിലൊരു തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ള തരത്തിൽ ഒരു അഡ്വൈസ് എന്നുള്ള നിലയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ട്വിറ്ററിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള സിറ്റി ബാങ്കുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ സിറ്റി ബാങ്ക് USA ബേസ്ഡ് ബാങ്കാണ്. അങ്ങനെ സിറ്റി ബാങ്കിന് നേരെ ഇറാന്റെ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് ശരിക്കും സെഫ എന്ന് പറഞ്ഞ ഇറാന്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരുന്ന, പ്രധാനമായിട്ടും IRGCയുടെ ട്രാൻസാക്ഷൻസ് നടത്തിയിരുന്ന ബാങ്കാണ് ഈ സെഫ. ഈ സെഫ ബാങ്കിനെതിരെ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇറാൻ ഫൈനാൻഷ്യൽ മേഖലകളെ ടാർഗറ്റ് ചെയ്തുള്ള അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത്. അപ്പോൾ ഇതിനെ തുടർന്നാണ് ഈ സിറ്റി ബാങ്കിന് മേളിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ഉള്ളിൽ നടത്തിയ ലേറ്റസ്റ്റ് ആക്രമണങ്ങളുടെ വീഡിയോയും അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുള്ള ഫൂട്ടേജ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. بیمارستان 15 خرداد العالمین صدا فرماندهی؟ آره صدا فرماندهی. اینجا جالی از شهرباز یه افسر نگهبان داره. بطرود അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.